നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടൊഴിഞ്ഞെങ്കിലും സംസ്ഥാനത്ത് 6 മാസത്തിനിടെ ഇനി വരാനിരിക്കുന്നത് 2 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളാണ്. റായ്ബറേലിയിൽ കൂടി വിജയിച്ച രാഹുൽ ഗാന്ധി മണ്ഡലം നിലനിർത്താൻ തീരുമാനിച്ചാൽ വയനാട് ലോക്സഭയിലേക്കും ഉപതെരഞ്ഞെടുപ്പുണ്ടാവും. മന്ത്രി കെ രാധാകൃഷ്ണൻ MP ആകുന്ന സാഹചര്യത്തിൽ 2ാം പിണറായി മന്ത്രിസഭയുടെ പുനഃസംഘടനയും ഉടനുണ്ടാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കളം പിടിക്കാൻ LDFും UDFും ഒരുപോലെ MLAമാരെയും മന്ത്രിമാരെയും രംഗത്തിറക്കിയപ്പോൾ തന്നെ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായതാണ്. മന്ത്രി കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ വിജയിച്ചതോടെ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും MLA ഷാഫി പറമ്പിൽ വടകരയിൽ കൊടിപാറിച്ചതോടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ്. രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തി വയനാട് ഒഴിവാക്കാനാണ് സാധ്യതകളേറെ. അങ്ങനെയെങ്കിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പുണ്ടാവും. ചുരുക്കത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാനം നീങ്ങുക 3 ഉപതെരഞ്ഞെടുപ്പുകളിലേക്കാകും. 6 മാസത്തിനകം തെരഞ്ഞെടുപ്പുണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ മുന്നണികൾ വൈകാതെ തയ്യാറെടുപ്പുകളിലേക്ക് കടക്കും. ചേലക്കരയിൽ രാധാകൃഷ്ണന്റെ പിൻഗാമി മുൻ MP PK ബിജുവിനെയാകും ഇടതുമുന്നണി കളത്തിലിറക്കുക. ഇടതുകോട്ടയിൽ കളം പിടിക്കാൻ UDFും NDAയും ആര് രംഗത്തിറക്കുമെന്നത് വ്യക്തമല്ല. പാലക്കാട് നിലനിർത്താൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെയാകും UDF നിയോഗിക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP കടുത്ത മത്സരം കാഴ്ചവെച്ച പാലക്കാട് മറ്റു പോരുകളിലേക്ക് UDF പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. വയനാട് രാഹുലിന് പകരം പ്രിയങ്ക ഗാന്ധി വന്നാലും അത്ഭുതപ്പെടാനില്ല. സംസ്ഥാന നേതാക്കളാണ് മത്സരിക്കുന്നതെങ്കിൽ UDF കൺവീനർ MM ഹസനായിരിക്കും സാധ്യത. കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ച് ലോക്സഭയിലേക്ക് പോകുന്നതോടെ പിണറായി മന്ത്രിസഭയിൽ പുതുമുഖം വന്നേക്കും. 2ായി പിണറായി മന്ത്രിസഭയുടെ പുനഃസംഘടനയും വകുപ്പ് മാറ്റം ഉണ്ടാകുമെന്നതും ഏറെ ശ്രദ്ധേയമാണ്. ദേവസ്വം വകുപ്പാണ് രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്യുന്നത്. EK നായനാർ മന്ത്രിസഭയിൽ മന്ത്രിയും VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സ്പീക്കറുമായിരുന്ന രാധാകൃഷ്ണനെ പോലെ മുതിർന്ന നേതാവ് ഒഴിയുമ്പോൾ പകരം ആര് മന്ത്രിയാകുമെന്നതും നിർണായകമാണ്. മന്ത്രിസഭയിലേക്ക് കടന്നു വരുന്ന പുതുമുഖം ആരായിരിക്കുമെന്നതും കേരള രാഷ്ട്രീയത്തിലെ കൗതുകമുണർത്തുന്ന ചോദ്യമാണ്. അതേസമയം BJPക്ക് കൂടി പ്രതീക്ഷയുള്ള പാലക്കാട് തീപാർന്ന പോരാട്ടം ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ഷാഫി BJPയോട് പൊരുതി ജയിക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ പകരക്കാരനെ കണ്ടെത്താൻ UDF വിയർക്കും. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അടക്കം മണ്ഡലത്തിൽ കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഇക്കാര്യത്തിൽ അത്രയ്ക്ക് അനുകൂലമല്ല. കരുത്തിനെ നിലനിർത്തിയില്ലെങ്കിൽ നിലവിലെ അന്തരീക്ഷത്തിൽ മണ്ഡലം BJPയിലേക്ക് ചായും. CPMനെ സംബന്ധിച്ചും സ്ഥിരമായി 3ാം സ്ഥാനത്തെത്തുന്ന മണ്ഡലത്തിൽ ചീത്തപ്പേര് മാറ്റിയൊഴിക്കേണ്ടത് അത്യാവശ്യമാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും ഷാഫി പറമ്പിലെ വിശ്വസ്തനുമായ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് മത്സരിപ്പിക്കാൻ ഒരു വിഭാഗത്തിന് താല്പര്യമുണ്ട്. എന്നാൽ പത്തനംതിട്ടക്കാരനായ രാഹുലിനെ ഒരു വിഭാഗം എതിർക്കുന്നുമുണ്ട്. മണ്ഡലത്തിൽ നിന്നുള്ള ഒരാളെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നത് ഇവരുടെ ആവശ്യം. ഇടതുകോട്ടയായ ചേലക്കര നിലനിർത്താമെന്ന പ്രതീക്ഷ CPMനുണ്ടെങ്കിലും പ്രചരണത്തിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ല. മുൻ MP PK ബിജുവിനെ തന്നെ കളത്തിലിറക്കിയേക്കാം. AK ബാലൻ മത്സരിക്കുമോ എന്ന ചോദ്യവും ഉയർന്നുണ്ട്. ഇല്ലാത്ത പക്ഷം പ്രാദേശിക നേതാവിനെയും കണ്ടെത്തിയേക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.